ഭാര്യ 4 പ്രാവശ്യം കൺസീവ് ചെയ്തു. 4 പ്രാവശ്യവും ആ കുട്ടിയുടെ 4 മാസമൊക്കെ കഴിഞ്ഞ ഒരു അനോമാലി സ്കാൻ നോക്കുമ്പോൾ കുട്ടിയുടെ തല വലുതാകുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോഴും ഇത് 5ാമത്തെ പ്രഗ്നൻസിയാണ്. ഇത് 4 മാസം. ഇന്ന് രാവിലെ അവർ പോയി സ്കാനിങ് എടുത്തു. അപ്പോഴും അതേ കണ്ടീഷൻ തന്നെയാണ് നിൽക്കുന്നത്. ആ കണ്ടീഷന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാല് കൺജനിറ്റൽ ഹൈഡ്രോസെഫാലസ് ഇൻ വിട്രോ. തൂജവണ്ണം വീക്കിലി വൺസും കാൽക്കേറിയ ഫ്ലോർ 200 വീക്കിലി ടോയ്സും അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. ഫസ്റ്റ് മന്ത് കഴിഞ്ഞ് 5ാമത്തെ മാസം അവർ സ്കാൻ ചെയ്യുന്നു. കുറഞ്ഞിട്ടില്ല, പക്ഷെ അതേപോലെ ആ സ്റ്റാറ്റസ് അതുപോലെ. സാധാരണഗതിയിൽ 5 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വലുതാകുകയും അതോടൊപ്പം അവർ ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 പ്രാവശ്യം ടെർമിനേറ്റ് ചെയ്തതാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. 6ാം മാസത്തിൽ വീണ്ടും ഇതേപോലെ നമ്മുടെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തു. 6ാം മാസം ആയപ്പോഴത്തേക്ക് ആ മന്തിന്റെ കറക്റ്റ് ആയിട്ടിരിക്കുന്നു. ഒന്നും നിർത്തണ്ട, വീണ്ടും 1 മാസം കൂടെ അത് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് 7ാമത്തെ മാസം നോക്കിയപ്പോൾ കറക്റ്റ് നോർമൽ. പറഞ്ഞു മരുന്ന് കൊടുക്കണ്ടെന്ന് പറയും. മരുന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്, അടുത്ത മാസം ആകുമ്പം ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, ഒരു കുഴപ്പമില്ല. 8ാം മാസം 9ാം മാസം എല്ലാം നോർമൽ. 9 മാസം കഴിഞ്ഞ് ആ കുട്ടി കറക്റ്റ് ഡേറ്റ് ആയപ്പോഴത്തേക്ക് അത് പ്രസവിച്ചു. നോർമൽ ഡെലിവറി, സിസേറിയൻ പോലും വേണ്ടി വന്നില്ല. ആ ഡോക്ടർ ഒരു ഇംഗ്ലണ്ടിലെ ഡോക്ടറായിരുന്നു. പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ ഇതിന്റെ കാര്യത്തിൽ? അപ്പൊ അവര് പറഞ്ഞു ഹോമിയോപ്പതി മെഡിസിൻ എടുത്തിരുന്നു. ആ ഡോക്ടർ ഇതെല്ലാം വെച്ച് ഈ കേസ് അവരുടെ ബ്രിട്ടീഷ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചു. ഈ കേസ് പറഞ്ഞിട്ട് തന്നെ എന്റെ പേരും വെച്ചു.